വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് കൂട് സ്ഥാപിച്ചിട്ടും വയനാട് ചീരാൽ സ്വദേശികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. ഒരാഴ്ചക്കിടെ 3 വളർത്തുമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കടുവയുടെയും പുലിയുടെയും കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. ഒരാഴ്ചയിലേറെയായി ചീരാൽ ഭീതിയിലാണ്. ചീരാൽ സ്വദേശി ബൈജിഷിന്റെ വളർത്തുപോത്തായിരുന്നു ആദ്യ ഇര. സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. RRTയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തി. എന്നാൽ കടുവയെ കണ്ടെത്താനായില്ല. രണ്ടാമത്തെ ഇര പഴൂർ സ്വദേശി കുഞ്ഞന്റെ ആടാണ്. വീടിന് സമീപത്തെ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വില്ലൻ കടുവയല്ല, പുലിയാണ്. ഇന്നലെ രാത്രി ഒരു ആടിനെ പിടിച്ച് പുലിയാണെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള ജീവനക്കാരും എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നഷ്ടപരിഹാരവും കാര്യങ്ങളും പിന്നെ ഇനി വരാതിരിക്കാനുള്ള മാർഗം കൂടി പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് ഞങ്ങൾ സാക്ഷി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത അധികാരികളോടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം നെന്മേനിയിൽ പുലി ഒരാടിനെ കൊന്നിരുന്നു. സ്ഥലത്തെ കാൽപ്പാടുകൾ പ്രകാരം അത് പുലിയാണെന്നാണ് അനുമാനം. കേവലം 3 കിലോമീറ്റർ മാത്രമാണ് ആക്രമണം നടന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം. ഈ പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.